ഹലോ എവരി വൺ. നമ്മൾ ഫോറിയർ സീരീസിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ അല്ലെങ്കിൽ ഓഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. 7th വൺ, ഒബ്റ്റെയിൻ ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് കോസ് എക്സ് ഇൻ -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കോസ് എക്സ്. നമ്മൾ പറഞ്ഞു മോഡുലസ് ഫംഗ്ഷൻ എന്നുള്ളത് തന്നെ ഈവൻ ഫംഗ്ഷനാണ്. കാരണം മോഡുലസ് ഫംഗ്ഷൻ നെഗറ്റീവ് വാല്യൂവിന് എടുത്താലും പോസിറ്റീവ് വാല്യൂവിന് എടുത്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടുക. അതായത് എഫ് ഓഫ് -x എന്നുള്ളതും എഫ് ഓഫ് എക്സ് എന്നുള്ളതും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് മോഡുലസ് ഓഫ് കോസ് എക്സ് എന്നുള്ളത് ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ബി എന്നുള്ളത് 0 ആയിരിക്കും. നമുക്ക് പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് എന്നുള്ളത് നമുക്ക് തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആണ്. 12 is equal to π minus π which is equal to 2π. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ പൈ എന്ന് കിട്ടും. അപ്പോൾ ബി എൻ 0 ആണ്. നമ്മുടെ ഫോറിയർ സീരീസ് എന്താ വരാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity an cos nπx by l. പൈ ക്യാൻസൽ ചെയ്ത് പോയിട്ട് cos nπ a0/2 പ്ലസ് സമ്മേഷൻ an cos nx എന്ന് കിട്ടും. ഇനി നമ്മൾ മോഡുലസ് ഓഫ് കോസ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയണം. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡുലസ് ഓഫ് എക്സ്, അതായത് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ പറഞ്ഞു മോഡുലസ് ഓഫ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് എക്സാണ്. ഇത് എക്സ് നെഗറ്റീവ് ആവുമ്പോൾ നമുക്ക് ഇപ്പോൾ മോഡുലസ് ഓഫ് -5 എന്താ കിട്ടണ്ടേ? മോഡുലസ് ഓഫ് -5 എന്നുള്ളത് 5 ആണ്. അപ്പോൾ നമ്മൾ -5നെ 5 ആക്കാൻ എന്ത് ചെയ്യും? ഒരു മൈനസും കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -5ൻ്റെ മോഡുലസ് എന്നുള്ളത് -5 ആണ്. അപ്പോൾ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എന്നുള്ളത് നെഗറ്റീവ് എക്സ് ആയിരിക്കും. എങ്കിലാണ് എക്സ് നെഗറ്റീവ് ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവുള്ളൂ. അതുപോലെ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. കാരണം അതിനെ പോസിറ്റീവ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എക്സ് നെഗറ്റീവ് ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് എക്സ് ആണ്. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. ഇനി ഇപ്പോൾ നമുക്ക് കോസ് എക്സ്. അപ്പോൾ കോസ് എക്സിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ്? കോസ് എക്സ് എവിടെയൊക്കെയാണോ നെഗറ്റീവ് ആവണേ അവിടെയൊക്കെ കോസ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് കോസ് എക്സ് ആയിരിക്കും. എങ്കിൽ മാത്രമേ നെഗറ്റീവ് പോസിറ്റീവ് ആവുള്ളൂ. ഇനി കോസ് എക്സ് എവിടെയൊക്കെയാണോ പോസിറ്റീവ് അവിടെ മോഡുലസ് ഓഫ് കോസ് എക്സിൻ്റെ വാല്യൂ കോസ് എക്സ് തന്നെ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് തന്നേക്കണ ഇൻ്റർവെല്ലിൽ -π തൊട്ടിട്ട് π വരാം. -π തൊട്ടിട്ട് π വരെ. അപ്പം നമ്മൾ ആദ്യം നോക്കുക ഈ മൈനസ് തൊട്ട് π വരെ കോസ് എക്സിൻ്റെ വാല്യൂ എവിടെയൊക്കെയാണ് പോസിറ്റീവ് എവിടെയൊക്കെയാണ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ -π തൊട്ടിട്ട് π വരെ ആ കോസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചേക്കണമെന്നാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത്. കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇതേ അങ്ങനെയാണ് ഇരിക്കുക, -π തൊട്ടിട്ട് π വരെ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ -π തൊട്ടിട്ട് -π/2 വരെ കോസ് എക്സ് നെഗറ്റീവാണ്. -π/2 തൊട്ടിട്ട് π/2 വരെ കോസ് എക്സ് പോസിറ്റീവാണ്. π/2 തൊട്ടിട്ട് π വരെ കോസ് എക്സ് വീണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഉള്ളിടത്തൊക്കെ നമ്മൾ കോസ് എക്സിൻ്റെ കൂടെ വീണ്ടും ഒരു നെഗറ്റീവും കൂടി ചേർത്താൽ മാത്രമേ മോഡുലസ് വാല്യൂ പോസിറ്റീവായിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ മോഡുലസ് ഓഫ് കോസ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു -cos x when -π less than x less than -π/2, cos x when -π/2 less than x less than π/2, minus cos x when π/2 less than x less than π. നമ്മൾ ആ കോസ് എക്സ് എവിടെയാണോ നെഗറ്റീവ് എവിടെയാണ് പോസിറ്റീവ് എന്ന് നോക്കിയിട്ടാണ് നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്യണത്. ഇപ്പോൾ മോഡ് കോസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി a0 ഈവൻ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. a0 കാണാനുള്ള ഫോമുല എന്താ? a0 is equal to 2/l integral 0 to l f of x dx. അതിന് പൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2/π integral 0 to π f of x dx. ഇപ്പം നമ്മൾ പറഞ്ഞു 0 to π ആണ് നമ്മൾ ചെയ്യണത്. നോക്കിയേ, -π തൊട്ടിട്ട് -π/2 വരെ -cos x, -π/2 തൊട്ടിട്ട് π/2 വരെ cos x, π/2 തൊട്ടിട്ട് π വരെ -cos x. ഇങ്ങനെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ ഇരിക്കുന്നത്. അപ്പോൾ ഈ 0 തൊട്ടിട്ട് π വരെ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനെ നമ്മൾ എവിടം വരെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. 0 തൊട്ടിട്ട് π/2 വരെ, π/2 തൊട്ടിട്ട് π വരെ. 0 തൊട്ടിട്ട് π/2 വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? cos x ആണ്. കാരണം 0 തൊട്ടിട്ട് π/2 വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ cos x ആണ്. π/2 തൊട്ടിട്ട് π വരെ മോഡുലസ് ഓഫ് cos x -cos x ആണ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് a0 is equal to 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 cos x dx പ്ലസ് ഇൻ്റഗ്രൽ π/2 to π -cos x dx എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 2/π. cos x ൻ്റെ ഇൻ്റഗ്രൽ എന്താ?
സൈൻ എക്സ് ലിമിറ്റ് കൊടുക്കുക 0 to π/2 മൈനസ് കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ലിമിറ്റ് π/2 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ സൈൻ π/2 മൈനസ് സൈൻ 0 മൈനസ് ഓഫ് സൈൻ പൈ മൈനസ് സൈൻ π/2 വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു സൈൻ π/2ൻ്റെ വാല്യൂ എന്താ? സൈൻ π/2ൻ്റെ വാല്യൂ 1 ആണ്, സൈൻ പൈ 0 ആണ്, മൈനസ് ഓഫ് മൈനസ് സൈൻ π/2. അപ്പോൾ 1 + 1 വരെ 2/π ഇൻറ്റു 1 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 4/π എന്ന് കിട്ടും. നെക്സ്റ്റ് an കണ്ടുപിടിക്കണം. a0 കിട്ടി. an കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? an-ൻ്റെ വാല്യൂ 2/L ഇൻ്റഗ്രൽ 0 to L f of x cos nx dx. നമ്മൾ പറഞ്ഞു f of xന് നമ്മൾ 0 തൊട്ട് π വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ 0 തൊട്ട് π/2 വരെ f of xൻ്റെ വാല്യൂ cos x ആണ്, π/2 തൊട്ടിട്ട് π വരെ f of xൻ്റെ വാല്യൂ മൈനസ് cos x ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു an ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π/2 cos x cos nx dx പ്ലസ് ഇൻ്റഗ്രൽ π/2 to π മൈനസ് cos x cos nx dx വിച്ച് ഇസ് ഈക്വൽ ടു 2/π. നമ്മൾ cos x cos nxന് എന്ത് എഴുതണു? cos nx cos x dx മൈനസ് ഇൻ്റഗ്രൽ π/2 to π cos nx cos x dx. ഇനി നമ്മൾ കുറച്ച് റിസൾട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടായി. ആ റിസൾട്ടിലെ 6th ഫോർമുല നോക്കാം. 2 cos a cos b is equal to cos a plus b plus cos a minus b. അപ്പോൾ ഇവിടെ cos nx cos x എന്നുണ്ട്. അപ്പോൾ അതിൽ a ആയിട്ട് nxനെ എടുക്കുക, b ആയിട്ട് xനെ എടുക്കുക. 2 cos a cos b എന്നാണ്. ഇവിടെ cos a cos b ഉള്ളൂ. അപ്പോൾ cos a cos b is equal to 1/2 cos a plus b plus cos a minus b. രണ്ടെണ്ണത്തിലും അങ്ങനെ തന്നെ, രണ്ട് ഇൻ്റഗ്രലും സെയിം തന്നെയാണ്. അങ്ങനെയാണ് വരാം. നമ്മൾ 2 പുറത്തത് 1/2 പുറത്തത് 2 ആയിട്ട് കട്ട് ചെയ്ത് പോയിട്ട് 1/π ഇൻ്റഗ്രൽ 0 to π/2 cos n + 1 x പ്ലസ് cos n - 1 x dx മൈനസ് ഇൻ്റഗ്രൽ π/2 to π cos n + 1 x പ്ലസ് cos n - 1 x dx എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഫസ്റ്റ് വണ്ണിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to π/2 cos n + 1 x പ്ലസ് cos n - 1 x. ഇപ്പോൾ cos n + 1 xൻ്റെ ഇൻ്റഗ്രൽ എന്താ? sin n + 1 x ബൈ n + 1 പ്ലസ് cos n - 1 xൻ്റെ ഇൻ്റഗ്രൽ sin n - 1 x ബൈ n - 1 ലിമിറ്റ് 0 to π/2 മൈനസ് അടുത്തതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos n + 1 xൻ്റെ ഇൻ്റഗ്രൽ sin n + 1 x ബൈ n + 1 പ്ലസ് cos n - 1 xൻ്റെ ഇൻ്റഗ്രൽ sin n - 1 x ബൈ n - 1 ലിമിറ്റ് π/2 to π. നമ്മൾ ആദ്യം ലിമിറ്റ് കൊടുക്കാം. ആദ്യം π/2 കൊടുക്കണു. അപ്പോൾ 1/π ഇൻറ്റു sin n + 1 π/2 ബൈ n + 1 പ്ലസ് sin n - 1 π/2 ബൈ n - 1. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ sin 0 0 ആയിട്ട് പോകും. മൈനസ് ഇനി ആദ്യം എക്സിന് പൈ കൊടുക്കുക. അപ്പോൾ സൈൻ പൈ എന്നുള്ളത് എന്താ? 0 ആണ്. മൈനസ് സൈന് π/2 വാല്യൂ കൊടുത്താൽ sin n + 1 π/2 ബൈ n + 1 പ്ലസ് sin n - 1 π/2 ബൈ n - 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു 1 ബൈ n + 1 sin n π/2 പ്ലസ് π/2 പ്ലസ് 1 ബൈ n - 1 sin n π/2 മൈനസ് π/2 പ്ലസ് 1 ബൈ n + 1 sin n π/2 പ്ലസ് π/2 പ്ലസ് 1 ബൈ n - 1 sin n π/2 മൈനസ് π/2 എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഇനി നമ്മൾ കുറച്ച് റിസൾട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടായി. അതിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായി sin 90 + θ എന്നുള്ളത് cos തീറ്റയാണ്. sin 90 + θ, അതായത് sin π/2 + θ അല്ലെങ്കിൽ sin 90 + θയുടെ വാല്യൂ എന്താ? cos തീറ്റയാണ്. sin 90 - θ എന്നുള്ളത് cos തീറ്റയാണ്. നമ്മൾ റിസൾട്ടുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഇപ്പം നമുക്ക് നോക്കി, അവിടെ ഒരു sin n π/2 + π/2, ഇതിനെ sin π/2 പ്ലസ് sin π/2 പ്ലസ് n π/2 എന്ന് എഴുതാലോ. അതിൻ്റെ വാല്യൂ എന്താവും? cos n π/2 എന്നാവും. അടുത്തത് sin n π/2 മൈനസ് π/2 ഉണ്ട്. നോക്കി, sin 90 - θയാണ് cos തീറ്റ. ഇപ്പോൾ അവിടെ എങ്ങനെയാണ് കിടക്കണത്? sin n π/2 മൈനസ് π/2 എന്ന് പറഞ്ഞാൽ sin n π/2 മൈനസ് 90 എന്നാണ് കിടക്കണത്. അതിന് നമുക്കൊരു മൈനസ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ sin മൈനസ് ഓഫ് π/2 മൈനസ് n π/2 എന്ന് എഴുതാം. ഇനി മൈനസ് സൈൻ്റെയും പുറത്തെടുക്കുമല്ലോ. അപ്പോൾ മൈനസ് sin π/2 മൈനസ് n π/2 എന്ന് എഴുതാം. അപ്പോൾ അതെന്നുള്ളത് എന്തായിട്ട് മാറും? മൈനസ്
കോസ് തീറ്റ ആയിട്ട് മാറും. അതായത് മൈനസ് കോസ് n π/2. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. നോക്കി, സൈൻ n-1 ഇൻറ്റു π/2 എന്ന് പറഞ്ഞാൽ സൈൻ n π/2 മൈനസ് π/2 ആണ്. നമ്മുടെ ഫോം സൈൻ π/2 മൈനസ് n π/2 ആണെങ്കിലാണ് നമുക്കതിനെ കോസ് n π/2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടി സൈൻ n π/2 മൈനസ് π/2നെ സൈൻ മൈനസ് ഓഫ് π/2 മൈനസ് n π/2 എന്ന് എഴുതണു. സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആയതുകൊണ്ട് മൈനസ് സൈനും പുറത്തെടുക്കാം. അപ്പം മൈനസ് സൈൻ π/2 മൈനസ് n π/2 എന്ന് കിട്ടും. സൈൻ π/2 മൈനസ് n π/2 എന്നുള്ളത് കോസ് n π/2 ആണ്. അപ്പോൾ മൈനസ് കോസ് n π/2. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് an ആണ്. an is equal to 1/n+1 cos n π/2 പ്ലസ് 1/n-1 മൈനസ് കോസ് n π/2 പ്ലസ് 1/n+1 കോസ് n π/2 മൈനസ് 1/n-1 കോസ് n π/2 എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഇപ്പം 1/n+1 കോസ് n π/2 അങ്ങനത്തെ 2 ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് 2/n+1 കോസ് n π/2 എന്ന് എഴുതാം. മൈനസ് 2/n-1 കോസ് n π/2. 2 കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് പുറത്തോട്ട് എടുത്തു. അപ്പോൾ 2/π ഇൻറ്റു 1/n+1 കോസ് n π/2 മൈനസ് 1/n-1 കോസ് n π/2. കോസ് n π/2 നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ 2/π കോസ് n π/2 1/n+1 മൈനസ് 1/n-1 2/π കോസ് n π/2. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ n-1 മൈനസ് n-1/n² - 1 n² - 1 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. n+1 ഇൻറ്റു n-1 എന്നുള്ളത് a+b ഇൻറ്റു a - b a² - b² എന്ന് എഴുതാം. അങ്ങനെയാണ് n² - 1 ആയ വിച്ച് ഇസ് ഈക്വൽ ടു -4/π ഇൻറ്റു n² - 1 കോസ് n π/2 എന്ന് കിട്ടും. നോക്കി, ഇത് n നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോഴാണ്. കാരണം നമ്മുടെ n ഈക്വൽ ടു 1 ആകുമ്പോൾ ഡിനോമിനേറ്റർ എന്നുള്ളത് 0 ആവും. അപ്പോൾ നമ്മുടെ an നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ n ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ a1 എന്താണെന്ന് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ an-ൻ്റെ ഫോമുല എന്തായിരുന്നു? an ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 ടു π/2 കോസ് x കോസ് nx dx. അപ്പോൾ n 1 ആകുമ്പോൾ a1 ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 ടു π/2 കോസ് സ്ക്വയർ x dx എന്ന് വരും. പ്ലസ് മൈനസ് π/2 ടു π കോസ് സ്ക്വയർ x dx. അവിടെ n-ന് 1 കൊടുക്കാം. അപ്പോൾ a1-ൻ്റെ ഇക്വേഷൻ 2/π ഇൻ്റഗ്രൽ 0 ടു π/2 കോസ് സ്ക്വയർ x dx പ്ലസ് ഇൻ്റഗ്രൽ π/2 ടു π മൈനസ് കോസ് സ്ക്വയർ x dx. നമ്മൾ പറഞ്ഞു കോസ് സ്ക്വയർ x വരാണെങ്കിൽ നമ്മളതിനെ 1 പ്ലസ് കോസ് 2x/2 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ 1 പ്ലസ് കോസ് 2x/2 രണ്ട് സ്ഥലത്തും 1 പ്ലസ് കോസ് 2x/2 ഉണ്ട്. 1/2 നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് പുറത്ത് 2 ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 ടു π/2 1 പ്ലസ് കോസ് 2x dx പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ π/2 ടു π 1 പ്ലസ് കോസ് 2x dx വിച്ച് ഇസ് ഈക്വൽ ടു 1/π. 1 പ്ലസ് കോസ് 2x-ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1-ൻ്റെ ഇൻ്റഗ്രൽ x പ്ലസ് കോസ് 2x-ൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2x/2 ലിമിറ്റ് കൊടുക്കുക 0 ടു π/2 മൈനസ് 1 പ്ലസ് കോസ് 2x-ൻ്റെ ഇൻ്റഗ്രൽ x പ്ലസ് സൈൻ 2x/2 ലിമിറ്റ് കൊടുക്കുക π/2 ടു π വിച്ച് ഇസ് ഈക്വൽ ടു 1/π. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം π/2 കൊടുക്കുമ്പോൾ π/2 പ്ലസ് സൈൻ 2 ഇൻറ്റു π/2 അതായത് സൈൻ π/2 മൈനസ് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. മൈനസ് π കൊടുക്കാം. π പ്ലസ് സൈൻ 2π 0 ആണ്. 0 മൈനസ് π/2 പ്ലസ് സൈൻ 2π/2 എന്ന് കിട്ടും. സൈൻ π അഗെയിൻ 0 ആയിപ്പോയി. ഇപ്പോൾ 1/π ഇൻറ്റു π/2 മൈനസ് π പ്ലസ് π/2 π/2 പ്ലസ് π/2 π ആണ്. അപ്പോൾ π മൈനസ് π എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 0. bn-ൻ്റെ വാല്യൂ നമുക്ക് a1-ൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് കിട്ടി. a1-ൻ്റെ വാല്യൂ ആണ് 0 ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു f(x) ഇസ് ഈക്വൽ ടു a0/2. a0 നമുക്ക് എന്താ കിട്ടിയിരുന്നത്? a0 എന്നുള്ളത് 4/π ആണ്. അപ്പോൾ a0/2 എന്ന് പറയുമ്പോൾ 2/π പ്ലസ് പിന്നെ നമ്മൾ n ഇസ് ഈക്വൽ ടു 1-ൻ്റെ ടേം സ്പ്ലിറ്റ് ചെയ്യണു. a1 നമുക്ക് 0 ആണ് കിട്ടിയത്. അപ്പോൾ അവിടെ a1-ൻ്റെ ടേം 0 ആയിട്ട് പോയി. പിന്നെ സമ്മേഷൻ n ഇസ് ഈക്വൽ ടു
1 to infinity അല്ല കേട്ടോ, അവിടെ 2 to infinity ആണ്. അത് എഴുതിയപ്പോഴുള്ള മിസ്റ്റേക്കാണ്. 2/π പ്ലസ് സമ്മേഷൻ n is equal to 2 to infinity. പിന്നെ നമ്മൾ an സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4 cos nπ/2 ബൈ n സ്ക്വയർ -1 ഇൻറ്റു പൈ cos nx. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ആയിട്ട് വരുന്നത്, ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ഫോറിയർ സീരീസ് ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 + 2x/π ഫോർ -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0, 1 - 2x/π ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഇൻ്റർവെല്ലിൽ -π തൊട്ടിട്ട് പൈ വരെയാണ്. പക്ഷേ -π തൊട്ടിട്ട് 0 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 + 2x/π ആണ്. 0 തൊട്ടിട്ട് പൈ വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 - 2x/π ആണ്. അപ്പോൾ അതിൻ്റെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിച്ചിട്ട് ഹെൻസ് ഡെഡ്യൂസ് ദാറ്റ് 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² പ്ലസ് എക്സിട്ര ഇസ് ഈക്വൽ ടു π²/8. അതായത് നമ്മൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ്റെ പീരീഡ് എന്താണെന്ന് നോക്കാം. പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആണ്. നമുക്ക് -π തൊട്ടിട്ട് പൈ വരെയുള്ള ഇൻ്റർവെല്ലാണ് തന്നേക്കണേ. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്താ വരാം, 2l is equal to π - -π which is equal to 2π. അപ്പോൾ 2l എന്നുള്ളത് 2π ആണ്. അപ്പോൾ l is equal to π ആണ്. ഇനി നോക്കിയേ, നമുക്ക് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? എഫ് ഓഫ് -x is equal to എഫ് ഓഫ് എക്സ് ആണോ അതോ എഫ് ഓഫ് -x is equal to എഫ് ഓഫ് എക്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു -π തൊട്ട് 0 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 + 2x/π ആണ്. 0 തൊട്ടിട്ട് പൈ വരെ 1 - 2x/π ആണ്. അപ്പോൾ നമ്മൾ ആദ്യം -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എടുക്കാം. അപ്പോൾ അവിടെ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് -xൻ്റെ വാല്യൂ നോക്കണം. എഫ് ഓഫ് -x നോക്കുമ്പോൾ എക്സ് ഉള്ളിടത്ത് നമ്മൾ -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഉള്ളിടത്ത് -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് -x എന്താവും? 1 - 2x/π. അതെന്നുള്ളത് എന്തായിട്ട് കിട്ടും? അതെന്നുള്ളത് എന്താ? എഫ് ഓഫ് എക്സ് തന്നെയാണ്. നോക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ആണ്. നമ്മൾ എക്സിന് നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കി നമ്മുടെ ഇൻ്റർവെല്ലും തിരിഞ്ഞു വരെ -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. എക്സിന് നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? -π, അതായത് പൈ. പിന്നെ നമ്മുടെ ആ ഇൻഇക്വാളിറ്റി ഇപ്പുറത്തോട്ടാവും, ഗ്രേറ്റർ ദാൻ -x ഗ്രേറ്റർ ദാൻ 0, അതായത് 0 ലെസ് ദാൻ -x ലെസ് ദാൻ പൈ. ആ ഇൻ്റർവെല്ലാവും. നമ്മൾ എക്സ് എടുക്കുന്നത് -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലാണെങ്കിൽ -x എവിടെയായിരിക്കും കിടക്കുക? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലായിരിക്കും. അപ്പോൾ എഫ് ഓഫ് -x ഇപ്പം നമുക്ക് കിട്ടിയത് 1 - 2x/π ആണ്. അത് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. കാരണം നമ്മുടെ എക്സ് കിടക്കുന്നത് എവിടെയാണ്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈയിൽ എക്സ് ആണെങ്കിൽ ആ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 - 2x/π അല്ലേ. നമ്മൾ എക്സ് ആദ്യം എടുത്തത് -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലായിരുന്നു എക്സ് കിടക്കണത്. പക്ഷെ -x എവിടെയായിരുന്നു കിടക്കണത്? -x എടുക്കുമ്പോൾ അത് കിടക്കണത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലാണ്. നമ്മൾ എഫ് ഓഫ് -x കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 1 - 2x/π എന്ന് കിട്ടിയത്. അത് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. എപ്പോൾ? എക്സ് എന്നുള്ളത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആവുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആവുമ്പോൾ എഫ് ഓഫ് -xൻ്റെ വാല്യൂ നോക്കാം. 1 - 2 × -x, എക്സിന് മൈനസ് കൊടുത്തു, ഡിവൈഡഡ് ബൈ പൈ വിച്ച് ഇസ് ഈക്വൽ ടു 1 + 2x/π. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ എക്സ് എടുത്തേക്കണത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ നിന്നാണ്. അപ്പോൾ -x കിടക്കണത് -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലായിരിക്കും. ഇപ്പോൾ എഫ് ഓഫ് -x എന്നുള്ളത് നമുക്ക് ആ ഇൻ്റർവെല്ലിലെ ഫംഗ്ഷനായിട്ട് തന്നെ കിട്ടി. അപ്പോൾ അത് എഫ് ഓഫ് എക്സിനോട് ഈക്വലാണ്. ഇപ്പോൾ രണ്ട് ഇൻ്റർവെല്ലിലും നമുക്ക് എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് bn 0 ആയിരിക്കും. അപ്പോൾ bn 0 ആണെങ്കിൽ നമ്മുടെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity
എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ എന്നുള്ളത് പൈ ആണ്. പൈ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി കോസ് എൻ എക്സ് എന്ന് കിട്ടും. ഇനി a0 കണ്ടുപിടിക്കണം, an കണ്ടുപിടിക്കണം. a0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? a0 ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π 0 തൊട്ട് പൈ വരെ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? 1 മൈനസ് 2x/π ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2/π. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്, മൈനസ് 2/π കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2. 2 ക്യാൻസൽ ചെയ്ത് പോയി, ലിമിറ്റ് കൊടുക്കുക 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π. ആദ്യം നമ്മൾ എക്സിന് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ പൈ മൈനസ് π²/π മൈനസ് 0, അതായത് പൈ മൈനസ് പൈ വരും. a0 എന്നുള്ളത് 0 ആയി. നമുക്ക് അടുത്തത് a(n)ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കണം. a(n)ൻ്റെ വാല്യൂ എന്താ? a(n) ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. 0 തൊട്ട് പൈ വരെയുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? 1 മൈനസ് 2x/π. അപ്പോൾ a(n)ആയിട്ട് കിട്ടുന്നത് 2/π ഇൻ്റഗ്രൽ 0 to π 1 മൈനസ് 2x/π കോസ് എൻ എക്സ് ഡി എക്സ്. നമ്മുടെ a(n)ൻ്റെ വാല്യൂ 2/π ഇൻ്റഗ്രൽ 0 to π 1 മൈനസ് 2x/π കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻ്റഗ്രൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ആ ഫോർമുല വെച്ചിട്ടാണ് u(v1 മൈനസ് യു ഡാഷ് v2 പ്ലസ് u'(v3 മൈനസ് എക്സിട്ര) ആ ഫോർമുല വെച്ചിട്ട് യു ആയിട്ട് നമ്മൾ 1 മൈനസ് 2x/π എടുക്കാം, വി ആയിട്ട് നമ്മൾ കോസ് എൻ എക്സിന് എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2/π ഇൻറ്റു 1 മൈനസ് 2x/π കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് 1 മൈനസ് 2x/πയുടെ ഡെറിവേറ്റീവ് മൈനസ് 2/π ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ലിമിറ്റ് 0 to π വിച്ച് ഇസ് ഈക്വൽ ടു 2/π. ലിമിറ്റ് കൊടുക്കാം, ആദ്യം എക്സിന് പൈ കൊടുക്കാം. അപ്പോൾ 1 മൈനസ് 2 പൈ കൊടുക്കുമ്പോൾ നോക്കി അവിടെ സൈൻ എൻ പൈ എന്ന് വരും. സൈൻ എൻ പൈ 0 ആണ്, മൈനസ് 2/π കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ. ഇനി എക്സിന് 0 കൊടുക്കുക, അപ്പോൾ സൈൻ 0 ആണ്, മൈനസ് 2/π കോസ് 0 ബൈ എൻ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. 2 അല്ല 2 ഇൻറ്റു 2/π എൻ സ്ക്വയർ ആണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു 2/π ഉണ്ട്, ഇൻറ്റു 2/π എൻ സ്ക്വയർ മൈനസ് കോസ് എൻ പൈ പ്ലസ് കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 4/n സ്ക്വയർ പൈ സ്ക്വയർ. കോസ് 0 എന്നുള്ളത് 1 ആണ്, മൈനസ് കോസ് എൻ പൈ എന്നുള്ളത് -1 ഓൾ റേസ് ടു n. അപ്പോൾ നമുക്ക് a(n)ൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്താണ്? a0 0 ആണ്, a(n)ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 4/n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് -1 ഓൾ റേസ് ടു n കോസ് എൻ എക്സ് എന്ന് കിട്ടും. അതാണ് നമ്മുടെ തന്നേക്കുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ഇപ്പം നമുക്ക് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ? ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഫൊറിയർ സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ ഹെൻസ് ഡെഡ്യൂസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഡെഡ്യൂസ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നോക്കിയേ, നമുക്ക് തന്നേക്കണ ഫംഗ്ഷൻ എന്താ? തന്നേക്കണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ -π തൊട്ടിട്ട് 0 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 + 2x/π ആണ്. 0 തൊട്ടിട്ട് പൈ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 - 2x/π ആണ്. അപ്പോൾ അവിടെ 0 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലാണ് ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്യണത്. അപ്പോൾ 0 എന്ന് പറഞ്ഞ പോയിന്റ് എന്താ? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഈ ഫംഗ്ഷനിൽ 0 എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഇനി നമ്മൾ ഒരു ഫണ്ടമെൻ്റൽ തിയറം ഓൺ കൺവേർജൻസ് ഓഫ് ഫൊറിയർ സീരീസ് കാണിച്ചത് ഓർമ്മയുണ്ടോ? അത് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. അതെ, ഫണ്ടമെൻ്റൽ തിയറം ഓൺ കൺവേർജൻസ് ഓഫ് ഫൊറിയർ സീരീസ്. അതിൽ കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫൊറിയർ സീരീസ് ആയിട്ട് കിട്ടിയേക്കണത് എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an കോസ് n π x/l പ്ലസ് bn സൈൻ n π x/l. അതാണ് നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ സം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള
എല്ലാ ഇൻറ്റീരിയർ പോയിൻറ്റ്സിലും, അതായത് സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് 2l ആയിരിക്കണം. പിന്നെ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് 2l ആണ്. എക്സ് എന്നുള്ളത് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ എസ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് പ്ലസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ആ സെക്കൻഡ് കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണേ. നമ്മളിവിടെ പറഞ്ഞു നമ്മുടെ ഫംഗ്ഷന് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. പിന്നെ നമുക്ക് തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലെ പോയിൻ്റാണ് 0 എന്ന് പറഞ്ഞ പോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ സം എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്സ് പ്ലസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ 2വിനോട് ഈക്വൽ ആയിരിക്കും. എഫ് ഓഫ് എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ദ പോയിൻ്റ് എക്സ്, എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. എഫ് ഓഫ് എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ്. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചേക്കണത് ആ ഫണ്ടമെൻ്റൽ തിയറം ഓൺ കൺവേർജൻസ് ഓഫ് ഫൊറിയർ സീരീസിൽ പറഞ്ഞു വെച്ചേക്കണത് നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ സം എസ് ഓഫ് എക്സ് എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്സ് പ്ലസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതിൽ എൽ എച്ച് എസ് ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 0 ബൈ 2ന് എടുത്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 0 എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ്, ഇവിടുത്തെ എക്സ് എന്നുള്ളത് 0 ആണ്. 0നെ നമ്മൾ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. 0നെ നമ്മൾ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നോക്കിയേ, നമ്മുടെ ഫംഗ്ഷൻ ഇതാ. 0ൻ്റെ റൈറ്റ് സൈഡിലുള്ള പോയിന്റിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? 1 മൈനസ് 2x ബൈ പൈ ആണ്. ഇനി എഫ് ഓഫ് എക്സ് മൈനസ് 0 എന്നുള്ളത് നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് 0യുടെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 പ്ലസ് 2x ബൈ പൈ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് എക്സ് പ്ലസ് 0 എന്നുള്ളത് 1 മൈനസ് 2x ബൈ പൈ. ഇവിടെ എഴുതിയേക്കുന്നത് 1 പ്ലസ് 2x ബൈ പൈ എന്നാണ്. ഇത് ശരിക്കും 1 മൈനസ് 2x ബൈ പൈ പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 0 എന്നുള്ളത് 1 പ്ലസ് 2x ബൈ പൈ. എന്തായാലും ആ 2x ബൈ പൈ ക്യാൻസൽ ചെയ്ത് പോവും. 2 ബൈ 2 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ എൽ എച്ച് എസ് 1 കിട്ടി. ഇനി അത് സമ്മിനോട് ഈക്വലാന്ന് പറയണം. സം എന്താ? സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. നമ്മളിപ്പോൾ എഴുതി വെച്ച എഫ് ഓഫ് എക്സ് 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ 1 മൈനസ് മൈനസ് 1 ഓൾ റൈസ് ടു എൻ കോസ് എൻ എക്സ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് 0 ആണ്. അപ്പോൾ കോസ് 0 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4 ബൈ പൈ സ്ക്വയർ. നമ്മൾ സമ്മേഷൻ്റെ പുറത്തെടുക്കാം, കാരണം സമ്മേഷൻ വേരീസ് ഓവർ എൻ ആണ്. 4 ബൈ പൈ സ്ക്വയർ സമ്മേഷൻ ഓവർ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ എൻ സ്ക്വയർ 1 മൈനസ് മൈനസ് 1 ഓൾ റൈസ് ടു എൻ, വിച്ച് ഇസ് ഈക്വൽ ടു 4 ബൈ പൈ സ്ക്വയർ. ഇനി നമ്മൾ എന്നിനായിട്ട് എൻ റേഞ്ചസ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ആണ്. എന്നിന് ആദ്യം 1 കൊടുക്കുക. എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് മൈനസ് 1 ഓൾ റൈസ് ടു 1, അതായത് 1 പ്ലസ് 1 2 ബൈ എൻ സ്ക്വയർ 1 സ്ക്വയർ. അപ്പോൾ 2 ബൈ 1 സ്ക്വയർ പ്ലസ് അടുത്ത എന്നിന് 2 കൊടുക്കാം. എന്നിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് 1 വരും, അത് 0 ആയിട്ട് പോവും. പ്ലസ് അടുത്ത എന്നിന് 3 കൊടുക്കുക. അപ്പോൾ 1 ബൈ 3 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് മൈനസ് 1 2 എന്ന് കിട്ടും. അങ്ങനെ 4 കൊടുക്കുക, 5 കൊടുക്കുക, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാം സം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും 4 ബൈ പൈ സ്ക്വയർ ഇൻറ്റു 2 ബൈ 1 സ്ക്വയർ പ്ലസ് 2 ബൈ 3 സ്ക്വയർ പ്ലസ് 2 ബൈ 5 സ്ക്വയർ പ്ലസ് എക്സിട്ര. എല്ലാ ടേമിലും 2 ഉണ്ടല്ലോ, 2 നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 8 ബൈ പൈ സ്ക്വയർ ഇൻറ്റു 1 ബൈ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ പ്ലസ് 1 ബൈ 5 സ്ക്വയർ പ്ലസ് എക്സിട്ര എന്ന് കിട്ടണം. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ സം എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പറയണേ. നമ്മൾ നേരത്തെ എഴുതി വെച്ച ആ എഫ് ഓഫ് എക്സ് പ്ലസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 0 ഡിവൈഡ് ബൈ 2നോട് ഈക്വലാണ്. അപ്പോൾ എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 ഇസ് ഈക്വൽ ടു 8 ബൈ പൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 ബൈ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ പ്ലസ് 1 ബൈ 5 സ്ക്വയർ പ്ലസ് എക്സിട്ര എന്ന് കിട്ടും. ആ 8 ബൈ പൈ സ്ക്വയറിന് ആർ എച്ച് എസിലോട്ട് എടുക്കാം. അപ്പോൾ പൈ സ്ക്വയർ ബൈ 8 എന്നാവും പൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടും 1 ബൈ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ 3 സ്ക്വയർ പ്ലസ് 1 ബൈ 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് എക്സിട്ര ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 8. അതായിരുന്നു നമ്മളോട് ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് എക്സ് ഫോർ മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 1 പ്ലസ് എക്സ് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. അപ്പോൾ
അപ്പം നമുക്ക് -π തൊട്ട് π വരെയുള്ള ഇൻ്റർവെല്ലാണ് തന്നേക്കണം. നമ്മൾ ആദ്യം ഇത് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫോറിയർ സീരീസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മൾ ആദ്യം പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് 2l എന്നുള്ളത് എന്താ വരാം, തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്, അതായത് π - -π വിച്ച് ഇസ് ഈക്വൽ ടു 2π എന്നാണ് വരാം. അതായത് l ഇസ് ഈക്വൽ ടു π കിട്ടി. ഇനി നമ്മൾ തന്നേക്കണ ഫംഗ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം -π <x <0 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുത്തു. അവിടെ f ഓഫ് -x എന്താ വരാം, എക്സിന് -x കൊടുക്കാം. -1 + -x വിച്ച് ഇസ് ഈക്വൽ ടു -1 + x എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1 + x എന്ന് പറഞ്ഞാൽ എന്താ, 0 <x πയിലെ f ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അത് -f ഓഫ് x ആണ്. അപ്പോൾ f ഓഫ് -x ഇസ് ഈക്വൽ ടു -f ഓഫ് x എന്ന് കിട്ടി. അപ്പോൾ ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഓഡാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ തിരിഞ്ഞു വന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ എക്സ് എടുക്കുന്നത് -π തൊട്ട് 0 വരെയുള്ള ഇൻ്റർവെല്ലിലാണെങ്കിൽ -x തൊട്ട് 0 തൊട്ട് -x എവിടെയായിരിക്കും, 0 തൊട്ട് π വരെയുള്ള ഇൻ്റർവെല്ലിലായിരിക്കും. അപ്പോൾ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 0 <x π എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ f ഓഫ് -x എന്താണെന്ന് നോക്കാം. f ഓഫ് -x ഇസ് ഈക്വൽ ടു 1 - x എന്നാ വരാം. അതിന് നമുക്ക് മൈനസ് ഓഫ് -1 + x എന്ന് എഴുതാം. -1 + x എന്നുള്ളത് -π തൊട്ട് 0 വരെയുള്ള ഇൻ്റർവെല്ലിൽ f ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് f ഓഫ് -x ഇസ് ഈക്വൽ ടു -f ഓഫ് x എന്ന് കിട്ടും. അപ്പോൾ f ഓഫ് x എന്നുള്ളത് എന്താ, ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ്റെ a0 0 ആണ്, an 0 ആണ്. അപ്പോൾ f ഓഫ് x എന്നുള്ളത് എന്തായിരിക്കും, f ഓഫ് x എന്നുള്ളത് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ∞ bn sin nπx/l. l π ആയതുകൊണ്ട് π ക്യാൻസൽ ചെയ്ത് പോയി സമ്മേഷൻ bn sin nx എന്ന് കിട്ടും. ഇനി bn കണ്ടുപിടിക്കണം. bn കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, bn ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π f ഓഫ് x sin nx dx വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to π 0 തൊട്ട് π വരെ f ഓഫ് എക്സിൻ്റെ വാല്യൂ നോക്കാം. f ഓഫ് എക്സിൻ്റെ വാല്യൂ 1 + x ആണ്. 1 + x sin nx dx. ഇനി നമ്മൾ മറ്റേ റിസൾട്ട് യൂസ് ചെയ്യാം. ഇൻ്റഗ്രൽ uv dx ഇസ് ഈക്വൽ ടു uv1 - u'(v2) + എക്സെട്ര റിസൾട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1 + x-നെ u ആയിട്ട് എടുക്കണം, sin nx-നെ v ആയിട്ട് എടുക്കണം. അപ്പോൾ 1 + x ഇൻറ്റു sin nx-ൻ്റെ ഇൻ്റഗ്രൽ -cos nx/n മൈനസ് 1 + x-ൻ്റെ ഡെറിവേറ്റീവ് 1 ആണേ വരണേ. ഇനി -cos nx/n അത് -sin nx/n² എന്ന് വരും. ശരിക്കും അവിടെ -1 അല്ല കേട്ടോ വരണം, -1 അല്ല +1 ആണേ വരണേ. എക്സിൻ്റെ 1 + x-ൻ്റെ ഡെറിവേറ്റീവ് 1 അല്ല, അവിടെ 1 മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം എക്സിന് π കൊടുക്കാം. അപ്പം എക്സിന് നമ്മൾ π കൊടുക്കുമ്പോൾ 2/π ഇൻറ്റു 1 + π മൈനസ് cos nπ/n പിന്നെ sin nπ എന്നുള്ളത് എന്താവും 0 മൈനസ് പിന്നെ cos 0യുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. അടുത്ത എക്സിന് 0 കൊടുക്കാം വിച്ച് ഇസ് ഈക്വൽ ടു 2/π മൈനസ് ഓഫ് 1 + π cos nπ എന്നുള്ളത് -1 cos 0 1 ആണ്. അപ്പോൾ +1/n കിട്ടും. രണ്ട് ടൈമിനും n കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 2/nπ ഇൻറ്റു 1 + π -1 അവിടെ ഓൾറെഡി ഉണ്ട്, എക്സ്ട്രാ ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പോഴാണ് -1 n+1 +1 എന്ന് വരുന്നത്. നിങ്ങൾ ചെയ്തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, bnൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ f ഓഫ് x എന്തായിരിക്കും, f ഓഫ് x ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ∞ 2/nπ ഇൻറ്റു 1 + π -1 +1 ഇൻറ്റു sin nx. ഇതാണ് നമ്മുടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷനായിട്ട് വരുന്നത്. താങ്ക് യു.